ഇംഗ്ലണ്ടിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന T20 പരമ്പരയിൽ ദയനീയ പ്രകടനമാണ് സഞ്ജു സാംസന്റേത്. പരമ്പരയിലെ ആദ്യ 3 കളികളിൽ നിന്ന് ആകെ 34 റൺസ് മാത്രമാണ് സഞ്ജുവിന് നേടാനായത്. 2025 കലണ്ടർ വർഷത്തിലെ ആദ്യ പരമ്പരയിൽ കാഴ്ചവെച്ച ഈ ഫ്ലോപ്പ് പ്രകടനം താരത്തിന്റെ ICC റാങ്കിങ്ങിനെയും ബാധിച്ചിരിക്കുകയാണ്. ഇന്ന് ICC പുറത്തുവിട്ട പുതിയ T20 ബാറ്റിംഗ് റാങ്കിങ്ങിൽ സഞ്ജുവിന് കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത്. കഴിഞ്ഞയാഴ്ച പുറത്തുവന്ന റാങ്കിങ്ങിൽ 17ാം സ്ഥാനത്തായിരുന്ന സഞ്ജു 12 സ്ഥാനങ്ങൾ പിന്നിലേക്കിറങ്ങി ഇപ്പോൾ 29ാമതായിരിക്കുകയാണ്. ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിലെ ദയനീയ പ്രകടനങ്ങൾ റേറ്റിംഗിനെയും ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ റാങ്കിങ്ങിൽ 598 റേറ്റിംഗ് പോയിന്റ് ഉണ്ടായിരുന്ന സഞ്ജുവിന് ഇപ്പോഴുള്ളത് 577 റേറ്റിംഗ് പോയിന്റ് മാത്രമാണ്. T20 പരമ്പരയിലെ 3ാം മത്സരത്തിലും സഞ്ജു സാംസന് ബാറ്റിംഗിൽ തിളങ്ങാൻ സാധിച്ചിരുന്നില്ല. 6 പന്തിൽ വെറും 3 റൺസ് മാത്രമെടുത്താണ് പുറത്തായത്. തുടർച്ചയായ 3ാം മത്സരത്തിലും എക്സ്പ്രസ് പേസറായ ജോഫ്ര ആർച്ചർക്ക് മുന്നിലാണ് സഞ്ജു വീണത്. സഞ്ജുവിന്റെ തുടർച്ചയായുള്ള ബാറ്റിംഗ് പരാജയങ്ങൾ ആരാധകർക്ക് സമ്മാനിക്കുന്ന നിരാശ ചെറുതല്ല. ചെന്നൈ T20യിൽ ഇന്ത്യയുടെ ഹീറോയായിരുന്ന യുവതാരം തിലക് വർമ്മ ബാറ്റിംഗ് റാങ്കിങ്ങിൽ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. ഒരു സ്ഥാനം മുന്നിലേക്ക് കയറി അദ്ദേഹം T20 ബാറ്റർമാരിൽ 2ാം റാങ്കിലാണ്. ഓസ്ട്രേലിയൻ താരം ട്രാവിസ് ഹെഡ് ആണ് നിലവിൽ ലോകത്തെ 1ാം നമ്പർ T20 ബാറ്റർ. മിസ്റ്ററി സ്പിന്നറായ വരുൺ ചക്രവർത്തിയാണ് പുതിയ ICC റാങ്കിങ്ങിൽ ഏറ്റവും മികച്ച നേട്ടമുണ്ടാക്കിയ ഇന്ത്യൻ സ്പിന്നർ. ഇംഗ്ലണ്ടിനെതിരായ T20 പരമ്പരയിലെ ആദ്യ 3 കളികളിൽ നിന്ന് 10 വിക്കറ്റുകൾ നേടിയ അദ്ദേഹം ബൗളിംഗ് റാങ്കിങ്ങിൽ 5ാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയിട്ടുണ്ട്. അവസാന ആഴ്ച പുറത്തുവന്ന റാങ്കിങ്ങിൽ 30ാം സ്ഥാനത്തായിരുന്ന വരുൺ ചക്രവർത്തി 25 സ്ഥാനങ്ങളാണ് പുതിയ റാങ്കിങ്ങിൽ മെച്ചപ്പെടുത്തിയത്. വരുണിന്റെ ഏറ്റവും മികച്ച റാങ്കാണിത്. ഇന്ത്യൻ ബൗളർമാരിൽ അക്സർ പട്ടേലും പുതിയ റാങ്കിങ്ങിൽ സ്ഥാനം മെച്ചപ്പെടുത്തി. 5 സ്ഥാനങ്ങൾ മുന്നിലേക്ക് കയറിയ അദ്ദേഹം നിലവിൽ ബൗളിംഗ് റാങ്കിങ്ങിൽ 11ാം സ്ഥാനത്തെത്തിയിട്ടുണ്ട്. രവി ബിഷ്ണോയ് 5ാം സ്ഥാനത്ത് നിന്ന് 5 സ്ഥാനങ്ങൾ നഷ്ടപ്പെടുത്തി 10ാമതായി. ഇംഗ്ലണ്ടിന്റെ ആദിൽ റഷീദാണ് T20 ബൗളിംഗ് റാങ്കിങ്ങിലെ പുതിയ നമ്പർ 1. അഖിൽ ഹുസൈൻ, വനിന്ദു ഹസരംഗ എന്നിവർ പിന്നാലെയുണ്ട്. ഇന്ത്യക്കെതിരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജോഫ്ര ആർച്ചർ 13 സ്ഥാനങ്ങൾ കയറി ബൗളിംഗ് റാങ്കിങ്ങിൽ 6ാമതെത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഹർദിക് പാണ്ഡ്യയാണ് T20 ഓൾറൗണ്ടർ റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്ത്. നേപ്പാളിന്റെ ദീപേന്ദ്ര സിംഗ് ഐറി, ഇംഗ്ലണ്ടിന്റെ ലിയാം ലിവിങ്സ്റ്റൺ എന്നിവർ പിന്നാലെയുണ്ട്. T20 ടീം റാങ്കിങ്ങിൽ സൂര്യകുമാർ യാദവിന്റെ ഇന്ത്യ തന്നെയാണ് 1ാമത്. 268 റേറ്റിംഗ് പോയിന്റാണുള്ളത്. ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട്, വെസ്റ്റ് ഇൻഡീസ്, ന്യൂസിലൻഡ് ടീമുകളാണ് 2 മുതൽ 5 വരെ സ്ഥാനങ്ങളിലുള്ളത്. T20 ബാറ്റിംഗ് റാങ്കിങ്ങിൽ ആദ്യ 5 സ്ഥാനക്കാർ ട്രാവിസ് ഹെഡ്, തിലക് വർമ്മ, ഫിൽ സാൾട്ട്, സൂര്യകുമാർ യാദവ്, ജോസ് ബട്ട്ലർ എന്നിവരാണ്. ബൗളിംഗ് റാങ്കിങ്ങിലെ ആദ്യ 5 സ്ഥാനക്കാർ ആദിൽ റഷീദ്, അഖിൽ ഹുസൈൻ, വനിന്ദു ഹസരംഗ, ആദം സാംബ, വരുൺ ചക്രവർത്തി എന്നിവരും ഓൾറൗണ്ടർ റാങ്കിങ്ങിലെ ആദ്യ 5 സ്ഥാനക്കാർ ഹർദിക് പാണ്ഡ്യ, ദീപേന്ദ്ര സിംഗ് ഐറി, ലിയാം ലിവിങ്സ്റ്റൺ, മാർക്കസ് സ്റ്റോയിനിസ്, മുഹമ്മദ് നബി എന്നിവരുമാണ്.